പച്ചക്കറിയിൽ എത്ര പോരെ ആയിട്ടുണ്ട്. വെള്ളരിയിലും പൂത്തിട്ടുണ്ട്, പറങ്കി പൂത്തിട്ടുണ്ട്. ഇതിങ്ങ് പൂമിടി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുപ്പച്ചീരയുണ്ട്. നരമ്പനുണ്ട്, അതെല്ലാം പടർന്ന് പോകുന്നുണ്ട്. വെള്ളരി ഇത്ര പോലെ ആയിട്ടുണ്ട്. ചീരയും മത്തനെല്ലാം ഇത്ര പോലെ ആയിട്ടുണ്ട്. ചീര ഇത്രപോലെ വളർന്നിട്ടുണ്ട്. ഇതെല്ലാം നട്ടുകൊടുത്ത ചീര ആയതുകൊണ്ട് വേഗം വളരുന്നുണ്ട്. ഇതെല്ലാം നട്ടുകൊടുത്തതാണ്. മറ്റ് പാകി മുളപ്പിച്ചത് ഇതുപോലെ ഉണ്ട്. ഇത്രപോലെ ആയിട്ട് അതെല്ലാം പുഴു വരുന്നുണ്ട്. ഇതിന് വല്ല മരുന്ന് തെളിച്ച് കൊടുക്കേണ്ടി വരും, എന്നാലേ നന്നായി കിട്ടുമല്ലോ. അല്ലെങ്കിൽ പൊരിച്ച് നടേണ്ടി വരും, എന്നാലേ നന്നായി കിട്ടുമല്ലോ. പൊരിച്ച് നട്ടത് മാത്രം നന്നാവുന്നുണ്ട്, വേറെ ഒന്നും നന്നാവുന്നില്ല. കക്കിരിക്ക പിടിച്ചിട്ടുണ്ട്, ഇത്ര പോലെ ആയിട്ടുണ്ട് വളർന്നിട്ട്. അത് ഇന്നലെ ഇത്ര കാണുന്നു. ചപ്പലയുടെ ഇടയിലായതുകൊണ്ട് കണ്ടിട്ടില്ല. ഇതാണ് ഞാൻ നട്ടു കൊടുത്ത ചീര ഇത്ര പോലെ വളർന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തക്കാളി ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു തക്കാളി തൈയുണ്ട്, ഇവിടെ 2 തക്കാളി തൈയുണ്ട്, ഇവിടെ ഒരു തക്കാളി 4 ഞാൻ നട്ടു കൊടുത്തതാണ്. ഇവിടെ ഒരു പടവളം തൈയുണ്ട്. ഇവിടെ ഒരു ചാല് വെണ്ട ചാലുണ്ട്. ഇത് ഇന്നലെ വൈകുന്നേരം നട്ടു കൊടുത്ത ചീര തൈയാണ്. അതിന് വെള്ളം പാറ്റണത്രേ. പിന്നെ ഇവിടെ 1, 2, 3, 4 സ്ഥലത്തുണ്ട് വെള്ളരി. അല്ലെങ്കിൽ പടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒന്നും മുരിയായിട്ടില്ല. ഇതിൽ പൂക്കുന്നത്രേ. ഇവിടെ ഇടയ്ക്ക് ഉണ്ട് വെള്ളരി നട്ടു കൊടുത്തിട്ട്. അതിലുണ്ട്, അത് കാടും പടലുണ്ട്. ഇത് കാട് പൊരിച്ച് കഴിഞ്ഞിട്ടാണ്. ഇവിടെ ഉണ്ട്, ഇടയിൽ വെള്ളരി പൂത്തിട്ടുണ്ട്. ഇപ്പോൾ കാര്യമായിട്ട് കക്കിരിക്ക ആയിരുന്നു, വെള്ളരിക്കലാവാൻ പോകത്രേ. ഇവിടൊരു കോയപ്പന്തൽ പൊന്തി വരുന്നുണ്ട്. ആദ്യത്തെ പന്തലിടുന്നത് ഇത്രയും വളർന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെയാണ് പച്ചക്കറി തോട്ടം. ഇതുണ്ട് വെള്ളരി വിത്ത് നട്ടത്. ഈ തരത്തിലുണ്ട്. ഇവിടെ സാധാ വെള്ളച്ചീരയുണ്ട്. അങ്ങനെയെല്ലാം സംഭവം. വാഴക്കന്ന് കുറേ ഉണ്ട്, നേന്ത്രവാഴക്കന്ന് കുറേ ഉണ്ട്. വാഴയുടെ ഇടയിൽ നട്ടു കൊടുത്തിട്ടുണ്ട്.